പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേനത്തണ്ടും ചേനയുടെ ഇലയും വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. വെള്ള കാന്താരി മുളക്, എവിടെയാണ് ഇതാളും തണ്ട. ഒരു കുട കിട്ടിയിട്ടുണ്ട്, ചേനക്കുട. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തേണ്. ഇങ്ങനത്തെ തണ്ട് തന്നെയാണ് കറി വെക്കാൻ എടുക്കുന്നത്. ചെറിയ ഇളം തണ്ടുകളാണ് കറി വെക്കാൻ എടുക്കുന്നത്. തണ്ടിൻ്റെ തൊലി അങ്ങനെ ചീന്തി എടുത്തിട്ട് കുനിക്കുരാന്നരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി തേങ്ങയിലേക്ക് എന്താ പെരുംജീരകവും മഞ്ഞപ്പൊടി, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിത്തിരുമ്മി ഒന്ന് ഒതുക്കിയെടുത്ത് ഇതൊക്കെ കൂടിയിട്ട് കടുക് പൊട്ടിച്ചാൽ മതിയില്ലേ? സെറ്റ്. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ജാതിക്കൊന്നും ഉണങ്ങാൻ പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അടുപ്പം തറയിൽ ചൂട് തട്ടാൻ വേണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാട്ടോ ഇടുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടിളക്കുക. കൊടുക്കാനൊന്നും പോയി നിങ്ങൾ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുക. ഇതാട്ടോ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ്. തീരെ സൗണ്ടില്ലാത്തൊരു പൂച്ചക്കുഞ്ഞത്. നീയാവുന്ന കരയാൻ പോലും സൗണ്ടില്ല അതിന്. അങ്ങനെ ചേനയിലത്തോര റെഡിയായിട്ടോ. താഴെ പറമ്പിൽ കുറച്ച് പയറും മൂത്ത് നിൽക്കണ്ട, അത് പറിക്കണം. പിന്നെ കാറ്റത്തൊരു കുടംപുളി മറിഞ്ഞ് വീണെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കണം. മഴയൊക്കെ പെയ്ത് ആകെ ചെളിയായി കിടക്കുക, വീഴാതെ താഴെ എത്തിയാൽ നല്ലത്. വീണില്ല, വീഴാതെ ഒരു വിധത്തിലെത്തി. പയറിങ്ങനെ പറിക്കുകയാണ്. മഴ പെയ്തിട്ട് ആകെ കുറേയൊക്കെ പോയി, എന്നാലും കുറച്ചൊക്കെ കിട്ടി കേട്ടോ പയർ. ഇന്നിപ്പോൾ മഴ മാറിയിട്ട് കുറച്ച് തെളിഞ്ഞൊരു ദിവസം. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, മഞ്ഞും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറമ്പൊക്കെ നോക്കി ഇറങ്ങിയതാ. താഴെ കണ്ടത്തിൽ കുടംപുളി ഒടിഞ്ഞ് വീണിട്ടുണ്ട്, അതും കൂടി പോയി നോക്കണം. പറമ്പിൽ കൂടെ ചെടി വന്ന് നിൽക്കുക. അതുകൊണ്ട് കുടംപുളിമര കാറ്റത്ത് ഒടിഞ്ഞ് അങ്ങോട്ട് വീണ് കിടക്കണുണ്ടോ. അതിൽ പുളിയുണ്ട്, ഒരെണ്ണം എന്താ താഴത്തേക്ക്. ഇതിൽ നിറയെ പുളിയുണ്ടോ മരവ. ഇത് ജാതിക്കാട്ടുണ്ട്, ചെറിയ പുളിയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.